ഹലോ ഫ്രണ്ട്സ്, 2019 വിഷുഫലം അവിട്ടം നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കൂടെ ഒന്ന് കയറി കാണണേ. ഈ താഴെ കാണിക്കുന്ന ആ റെഡ് ബട്ടൺ, സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ആ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് വിഷു എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മൊത്തം നമുക്ക് 12 രാശിയുണ്ട്. ഈ 12 രാശിയിലും സൂര്യൻ ഓരോരോ രാശിയിലും ഓരോരോ മാസം സഞ്ചരിക്കും. അങ്ങനെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് മേടം, ഇടവം, മിഥുനം അങ്ങനെ ഓരോരോ മാസവും ഓരോ രാശിയിൽ സഞ്ചരിച്ച് മീനത്തിലെത്തിയിട്ട് വീണ്ടും അത് മേടത്തിലോട്ട് കയറുന്ന ആ ദിവസമാണ് വിഷു നമ്മൾ പറയുന്നത്. ഓരോരോ വിഷുവിനും ഓരോരോ പേരുണ്ട്. ഈ വർഷം എന്ന് പറയുന്നത് വികാരി വർഷം എന്ന് അറിയപ്പെടുന്നത്. ഈ വികാരി വർഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ വ്രതം അവസാനിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. അങ്ങനെയാകുമ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണം ആലോചിച്ചിട്ട് നടക്കുന്നില്ല എന്നുള്ളവർക്ക് ഈ വർഷം അവർ ശ്രമിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കല്യാണം നടക്കും. അതാണ് ഈ വർഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പിന്നെ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 50% ഈ പറയുന്ന അവിട്ടനാളുകാർക്ക് ഏകദേശം കറക്റ്റായിരിക്കും. എന്തുകൊണ്ടാണ് 50% എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 50% എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രഹനില ഉണ്ടെങ്കിലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പൊതുവേ ഒരാളുടെ നക്ഷത്രം മാത്രം വെച്ചിട്ട് ഒരിക്കലും 100% ഒരു ജ്യോതിഷനും അത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ അത് വെറുതെ പറയുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ 27 നക്ഷത്രമേ ഉള്ളൂ. പക്ഷേ ജാതകം എന്ന് പറയുന്നത് 27 ജാതകമേ ഉള്ളൂ? ഇല്ല, ഓരോരുത്തർക്കും ഓരോരോ ജാതകം. അങ്ങനെയാകുമ്പോൾ അവരുടെ ജാതകം ഉണ്ടെങ്കിൽ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു 50% ഏകദേശം കറക്റ്റായിരിക്കും. ബാക്കിയുള്ള 50% അത് പോസിറ്റീവായിട്ടാണോ നടക്കേണ്ടത്, അത് നെഗറ്റീവായിട്ടാണോ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഗ്രഹനില നോക്കിയാലേ നമുക്ക് അത് അറിയാൻ പറ്റത്തുള്ളൂ. പൊതുവേ ഈ വിഷുഫലം പറയുമെന്ന് പറഞ്ഞാൽ 4 ഗ്രഹത്തെ വെച്ചിട്ട് നമ്മൾ പറയുന്നത്: രാഹു, കേതു, ശനി, ഗുരു. എന്തുകൊണ്ടാണ് ഈ 4 ഗ്രഹം വെച്ചിട്ട് പറയുന്നത്, ബാക്കിയുള്ള ഗ്രഹങ്ങൾ വെച്ച് പറയാത്ത എന്താണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒരു മാസവും 1.5 മാസത്തിൽ കൂടുതൽ ഒരു വീട്ടിൽ ഇരിക്കത്തില്ല. പക്ഷേ ഈ പറയുന്ന രാഹു, കേതു 1.5 വർഷം ഒരു വീട്ടിൽ തന്നെ സഞ്ചരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വ്യാഴമായെങ്കിൽ 1 വർഷം, പിന്നെ ശനി ആയെങ്കിൽ 2.5 വർഷം. അതുകൊണ്ട് ഇതിൻ്റെ ഗുണമായാലും ദോഷമായാലും ഇതായിരിക്കും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ഫലം പറഞ്ഞാലായിരിക്കും ഏകദേശം കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെ ആയിരിക്കും നമുക്കൊന്ന് നോക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ വരെ വ്യാഴം അവർക്ക് 11ലാണ് സഞ്ചരിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. 11 ഈ വരുന്ന ഒക്ടോബർ വരെ അവർക്ക് ഒരുപാട് ലാഭം. ഈ 11 എന്ന് പറയുന്നത് ലാഭം, പിന്നെ നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, പിന്നെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ ബിസിനസ്, ഈ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളിലും നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ഒരു ടൈമാണ് ഈ പറയുന്ന അവിട്ടം നാളുകാർക്ക് ഈ വരുന്ന ഒക്ടോബർ വരെ. പക്ഷേ ഇതുവരെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഇവർക്കെന്ന് പറയുന്നത് 12 ശനിയും കേതുവും സഞ്ചരിക്കുന്നു. കേതു പൊതുവെ 12 ഇരിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഉറക്കം നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തില്ല. ഒരു ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടാൻ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഉറക്കം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ തൊഴിൽപരമായിട്ട് ചില ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. കാരണം വെച്ചാൽ 12 ശനി പോയി കഴിഞ്ഞാൽ, ശനി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിലാണ്. അത് 12 കഴിഞ്ഞാൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും. വിദേശത്ത് പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. കഴിഞ്ഞാൽ 12 എന്ന് പറയുന്നത് വിദേശവും കൂടെ ചേർന്ന് വരുന്നതാണ്. പിന്നെ ഈ അവിട്ടം നാളുകാരുടെ വൈഫ്, അവരുടെ ഹെൽത്ത് ഇഷ്യൂ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഹെൽത്ത് ഇഷ്യൂ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ 6 രാഹു സഞ്ചരിക്കുന്നു. പൊതുവേ രാഹു 3, 6, 11 സഞ്ചരിച്ചാൽ നല്ലതാണെന്ന് പറയും. പക്ഷേ ഈ 6 എന്ന് പറയുന്നത് അത്രയ്ക്കൊരു നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. 3ലും 11ലും എല്ലാ ജ്യോതിഷന്മാരും പറയും 3, 6, 11 രാഹു സഞ്ചരിച്ചാൽ നല്ലതാണ്. പക്ഷേ 3ലും 11ലും ചിലപ്പോൾ ശരിയാണ്. പക്ഷേ ഈ 6 എന്ന് പറയുന്നത് അത് നല്ലൊരു സ്ഥാനമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ രാഹുയുടെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അത് ഇരിക്കുന്ന ആ വീടിൻ്റെ അത് ഇൻക്രീസ് ചെയ്യും ഏതൊരു കാര്യമായാലും. കാര്യം എന്ന് പറഞ്ഞാൽ അത് കഴിവ് വെച്ചല്ല അത് പറയുന്നത്. പെട്ടെന്ന് ഇന്നലെ രാവിലെ പ്യൂണായിട്ട് നിന്നവൻ വൈകിട്ട് രാത്രിയാകുമ്പം ചിലപ്പോൾ മാനേജറായിട്ട് മാറും. ഇന്നലെ ഭിക്ഷക്കാരനായിട്ട് നിന്നവൻ എവിടെയെങ്കിലും നിന്ന് നിധി കിട്ടിയിട്ട് ഇന്ന് വലിയ കോടീശ്വരനാകും. അതാ ഈ രാഹു. ഷെയർ മാർക്കറ്റ് പെട്ടെന്ന് ഇടിയുക, പെട്ടെന്ന് കയറുക, ഇതാണ് ഇതിൻ്റെ ഒരു ഇത്. പക്ഷേ അത് 6 സഞ്ചരിക്കുമ്പം 6 എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ശത്രു, അസുഖം, നമ്മുടെ കടം, ഇതെല്ലാം ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ അത് മാത്രമല്ല ഇതും അവർക്ക് ഈ അവരുടെ ചേട്ടനുമായിട്ടും പെങ്ങന്മാരായിട്ടൊക്കെ ശത്രുത ഉണ്ടാക്കാനുള്ള ഈ രാഹു ഉണ്ടാക്കാനുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട്.
പിന്നെ എന്താ പറഞ്ഞാൽ സമയത്തിന് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കൂടുതലും രാഹു ആറി നിൽക്കുന്നത് വലിയൊരു ഉള്ള ഒരു ടൈം അല്ല അത്. എന്നാൽ ഈ വ്യാഴം എന്ന് പറയുന്നത് ഒക്ടോബർ കഴിഞ്ഞിട്ട് പിന്നെ അത് 12ലേക്ക് സഞ്ചരിക്കും. ആ സമയത്ത് തൊഴിൽപരമായിട്ട് ചെറിയൊരു മാറ്റം വന്നെങ്കിലും ചിലവ് ഇച്ചിരി കൂടുതലായിരിക്കും. നമുക്ക് ഈ സമയത്ത് ഈ ഒക്ടോബർ കഴിഞ്ഞ് അടുത്ത ഒക്ടോബർ വരെ അവിട്ടം നക്ഷത്രക്കാർ ആർക്കും കടം കൊടുക്കാൻ പാടില്ല. കടം കൊടുത്തു കഴിഞ്ഞാൽ കടം കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് ആവശ്യമില്ലാത്ത പൈസയുടെ ഈ ചിലവിൽ ഇച്ചിരി ഞങ്ങൾ ഒരു നിയന്ത്രണം വെക്കുകയെന്നുണ്ടെങ്കിൽ വലിയൊരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. എന്നാലും അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നല്ല ഒരു പീരീഡാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ആവറേജ് ആയിരിക്കാനുള്ള ചാൻസ്. പിന്നെ ഇതിനുള്ള റെമഡീസും കൂടെ ഞാൻ അടുത്ത വീഡിയോസിനകത്ത് ഇടുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയും നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബാക്കിയുള്ള വീഡിയോസും കൂടെ ഒന്ന് കയറി കാണണം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്